വയനാട് മാനന്തവാടി ഇടയൂർക്കുന്നിലെ വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛന്റെ നാമധേയത്തിലുള്ള പള്ളി ഏറെ ശ്രദ്ധേയമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ക്ഷേത്ര മാതൃകയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ശിവലിംഗത്തിന്റെ ആകൃതിയാണത്രേ പള്ളിക്ക്. ഭാരത സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന ഉപനിഷത്ത് വാക്യങ്ങളെല്ലാം പള്ളിയിൽ വെച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ഈ ദേവാലയത്തിലേക്ക് പ്രവേശനമുണ്ട് എന്ന ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് ഫാദർ ഫ്രാൻസിസ് ഞള്ളമ്പുഴയാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഹൈന്ദവ ക്ഷേത്രമാണോ ക്രൈസ്തവ ദേവാലയമാണോ എന്ന് സംശയം തോന്നാം. എങ്കിലും ഒരു മതമൈത്രിയുടെ ചിഹ്നമായി ഈ ദേവാലയം ഉണ്ട്. ലോകത്തിലെ സകല മതക്കാർക്കും പ്രാർത്ഥിക്കാനായി ഒരു ക്രിസ്തീയ ആരാധനാലയം വയനാട്ടിൽ മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള ഇടയൂർക്കുന്നിലെ വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് ദേവാലയമാണിത്. ശിവലിംഗത്തിന്റെ ആകൃതിയിലുള്ള ഈ കത്തോലിക്ക പള്ളിയിൽ സർവ്വമതചിഹ്നങ്ങളും ഉപനിഷത് വാക്യങ്ങളും ഭാരത സംസ്കാരത്തിന്റെ നേരറിവുകളും കാണാം. മാനന്തവാടിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടന കേന്ദ്രമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിനും തൃശ്ശിലേരി മഹാവിഷ്ണു ക്ഷേത്രത്തിനും മധ്യയാണ് ആരാധനാലയം. അമ്പലങ്ങളിൽ ഉള്ളതുപോലെ കൽവിളക്കുകളും തൂക്കുവിളക്കുകളും ഇവിടെ കാണാം. ക്ഷേത്രങ്ങളിലേതുപോലെ മണിയടിച്ചാണ് പ്രവേശനം. അൾത്താരയിൽ ബലിപീഠത്തിന് ഇരുവശങ്ങളിലുമായി വെച്ച ആനയുടെ രൂപം ഏറെ ശ്രദ്ധേയമാണ്. ആനയോളം ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന മറ്റൊരു മൃഗവുമില്ലെന്നതാണ് ഇതിന് കാരണം. ദേവാലയത്തിനുള്ളിൽ യേശുദേവനെ നടരാജ വിഗ്രഹമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വേദശാന്തി മന്ത്രവും ഈശോവാസ്യോപനിഷത്തിലെ വരികളും പള്ളിയിൽ ആലേഖനം ചെയ്തതിലൂടെ ഉപനിഷത്തിലും ബൈബിളിലും പറയുന്നത് ഒന്നാണെന്ന് ഈ പള്ളി സമർത്ഥിക്കുന്നു. ഹിന്ദുമത ചിഹ്നമായ ഓം, ബുദ്ധമതത്തിന്റെ ധർമ്മചക്രം, ജൈനമതത്തിന്റെ സ്വസ്തിക്, ഷിൻഡോയിസത്തിന്റെ ഗേറ്റ്, ഇസ്ലാം മതത്തിന്റെ ചിഹ്നം, യഹൂദമതത്തിന്റെ ചിഹ്നം തുടങ്ങി ലോകത്തെ സർവ്വമതചിഹ്നങ്ങളും ദേവാലയത്തിന്റെ ചുമരിൽ പതിപ്പിച്ചിരിക്കുന്നു. സരസ്വതിയുടെ ഇരിപ്പിടമായ താമരയും കൃഷ്ണന്റെ മയിൽപീലികളും ഈ പള്ളിയിൽ കാണാം. പള്ളിയുടെ ഈ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഫാദർ ഫ്രാൻസിസ് ഞള്ളമ്പുഴയാണ്. മേരി മാത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് ഫാദർ. ഞാൻ ഈ പള്ളി ഈ ഒരു പ്രത്യേക രീതിയിൽ ഒരു വൃത്താകൃതിയിലും ഈ ഭാരതീയമായ സംസ്കാരത്തിന്റെ സൂചകങ്ങൾ എടുത്തുകൊണ്ട് പണിയാനിടയായി തീർന്നത് തിരുനെല്ലി തൃശ്ശിലേരി ക്ഷേത്രങ്ങൾക്കിടയിൽ അതിന് നടുവിലായിട്ട് വന്നൊരു പ്രദേശത്ത് ഇത് നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. വയനാടിൻ്റെ സാംസ്കാരികമായിട്ടുള്ള സൂചകങ്ങൾ, അതിൻ്റെ ഏറ്റവും അർത്ഥപൂർണമായിട്ടുള്ള പ്രകടനങ്ങൾ തുടങ്ങിയവ ഈ പള്ളിയുടെ ചുറ്റിലും പരിസരങ്ങളിലും ഒക്കെയായിട്ട് സ്ഥാപിക്കപ്പെടണമെന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഈ പള്ളി ഈ ഒരു രൂപത്തിലുണ്ടായത്. ഫാദറിന്റെ വിശാല ചിന്താഗതിക്ക് രൂപതയും പിന്തുണ നൽകിയതാണ് പള്ളിയുടെ നിർമ്മാണത്തിന് സഹായകരമായത്. എന്നാൽ അൾത്താരയിൽ സ്ഥാപിക്കാനായി മരത്തിൽ തീർത്ത ശില്പത്തിന് ശിവനുമായി സാമ്യമുണ്ടെന്ന വാദവുമായി ഒരു വിഭാഗം ഇടുങ്ങിയ ചിന്താഗതിക്കാർ രംഗത്തെത്തിയതൊഴിച്ചാൽ മതവിശ്വാസികളുടെ ഭാഗത്തുനിന്നും യാതൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല. അവസാനം ശില്പത്തെ പള്ളിമുറ്റത്തേക്ക് മാറ്റേണ്ടി വന്നു. മൂല്യങ്ങളിൽ നിന്നും മാറി പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മാറുന്നതാണ് പള്ളികൾക്ക് ദോഷകരമാവുന്നതെന്നാണ് ഫാദറിന്റെ അഭിപ്രായം.